മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യേശുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദാസൻ എന്ന് പറഞ്ഞിരിക്കെ വേറിട്ട ചിന്തയിൽ ഒരു ചോദ്യം ചോദിച്ചു. യേശുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞിരിക്കെ പിന്നെ എന്തു അർത്ഥത്തിലാണ് വേറിട്ട ചിന്തയിൽ അങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്? വേറിട്ട ചിന്തകൾ എന്നുള്ള വീഡിയോ കണ്ടിട്ട് ഒരു വ്യക്തി ചോദിച്ചൊരു ചോദ്യമാണ്. ശ്രോതാക്കളുടെ ഇടയിൽ വളരെ ആഴമായ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കമൻറ്റിൽ വന്ന നല്ല ഒരു ചോദ്യം, നല്ല ഒരു ആശയം, അതിന് പരിഗണിക്കാതെ വിടാൻ പറ്റത്തില്ല. എന്നാൽ മറ്റു ചില കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ക്യാപ്ഷൻ വായിച്ചിട്ട് ഫ്രണ്ടിലെ ഫോട്ടോകൾ കണ്ടിട്ട് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധയോടെ മുഴുവൻ കേൾക്കാതെ ഇട്ടുന്ന കമൻറ്റുകൾ ധാരാളമുണ്ട്. വിശേഷാൽ ബഹുമാനപ്പെട്ട ബാബു ചെറിയാൻ പാസ്റ്റർ കൺവെൻഷനിൽ പറഞ്ഞ ഒരു ആശയത്തെ ഞാൻ അതിൻ്റെ ഒരു പ്രധാന ആശയം മുന്നോട്ട് വച്ചപ്പോൾ അതിനെ ഗ്രഹിക്കാൻ വളരെ ചുരുക്കം പേർക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് വളരെ സത്യം. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നതായിട്ടോ അദ്ദേഹത്തെ പ്രസംഗത്തെ ഞാൻ കുറ്റമായി ആരോപിക്കുന്നതായിട്ടൊക്കെ തോന്നിയവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലാക്കേണ്ട കഴിവ് പോലും ഇരിക്കുമല്ലോ. അതൊന്നും നമുക്ക് ഗൗരവമായി എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ഇവിടെ ഒരു പഠിതാവ് വളരെ ശ്രദ്ധാപൂർവം എൻ്റെ വീഡിയോ കേട്ടിട്ട് അതുപോലെ തന്നെ തിരുവചനത്തിൽ നിന്നും വളരെ ശ്രദ്ധാപൂർവം ഒരാശയം കണ്ടിട്ട് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. വിഷയം ഇതാണ്. സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ വായിച്ച ഒരു വാക്യത്തിൽ നിന്ന് യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിനെയാണ് എന്ന് അദ്ദേഹം വാദിച്ചപ്പോൾ അത് യേശുവിനെ തിരഞ്ഞെടുത്ത കാര്യമല്ല എന്നുള്ള ആശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു, യേശുവിനെ തിരഞ്ഞെടുത്ത ദാസൻ ആണോ? രണ്ട് വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നു. ഒന്ന് ഇലക്ഷൻ, രണ്ട് സെലക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചു. മാത്രമല്ല അങ്ങനെയാണ് എങ്കിൽ ത്രിത്വം എന്നുള്ള ആശയം തെളിയിക്കപ്പെടാൻ പോകുകയാണെന്നും ഞാൻ വാക്ക് പറഞ്ഞു. പക്ഷേ ആ ആശയത്തെ എത്രത്തോളം വ്യക്തമായി ഗ്രഹിച്ചവരുണ്ട് എന്നുള്ളതിലാണ് എനിക്ക് സംശയം. ഇതിനകത്തിന് ഗ്രഹിക്കാൻ 2 പേരോ ഉള്ളെങ്കിലും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യും. 50,000 പേര് കണ്ടിട്ട് അതിനകത്ത് 5 പേർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളെങ്കിൽ ആ 5 പേർക്കാണ് മൂല്യമുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ഏത് വിധത്തിലുള്ള കമൻറ്റുകൾ വന്നാലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഗ്രഹിക്കുന്നവരും മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണെന്ന് ഒട്ടും സംശയിക്കേണ്ട. അതിൻ്റെ 43-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ യാക്കോബിനെയാണ് നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ 43-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യെശയ്യാപ്രവചനം 43-ൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. അതറിയണമെങ്കിൽ ആ 2 വാക്യങ്ങൾ എടുത്ത് ചേർത്ത് വെച്ച് വായിക്കുക. എന്നാൽ അത് 42-ാം അധ്യായത്തിൽ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് പറയുന്ന അതിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ് മത്തായി സുവിശേഷം 12-ന്റെ 17-ൽ പറയുന്നത്. സംശയമുള്ളവർ ഇത് രണ്ടും എടുത്തു വെച്ച് സ്പഷ്ടമായി വായിക്കുക. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ താഴോട്ട് പറയുന്ന വാക്യങ്ങളൊക്കെയും കാണുന്നത് യെശയ്യാവ് 43-ലല്ല 42-ലാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, യേശുവിനെ തിരഞ്ഞെടുത്തു എങ്കിൽ ദൂതന്മാരുടെ ഇടയിൽ നിന്നും യേശുവിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ യേശു ദൂതൻ ആയിരിക്കണം. അല്ല, മാലാഖമാരുടെ ഇടയിൽ നിന്നാണ് തിരഞ്ഞെടുത്തതെങ്കിൽ യേശുവും ഒരു മാലാഖ ആയിരിക്കണം. ആശയത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. കെരൂബുകളുടെ ഇടയിൽ നിന്നാണ് യേശുവിനെ തിരഞ്ഞെടുത്തതെങ്കിൽ യേശുവും ഒരു കെരൂബ് ആയിരിക്കണം. സെറാഫുകളുടെ ഇടയിൽ നിന്നാണ് യേശുവിനെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ യേശുവും ഒരു സെറാഫ് ആയിരിക്കണം. എന്നാൽ എന്തിൻ്റെ ഇടയിൽ നിന്നാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഈ പഠനം മുന്നോട്ട് പോകുന്നത്.
ഇതിലൊന്നും ആരുടെയും ആശയം മാനുഷികമായ വ്യാഖ്യാനങ്ങളോ ആശയമോ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നില്ല. വ്യക്തമായ വചനം മാത്രമേ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം പറയട്ടെ, ഞാൻ മുന്നമേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷനാണോ സെലക്ഷനാണോ എന്ന് ഞാൻ ചോദിച്ചു. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ആശയവ്യത്യാസം എൻ്റെ ശ്രോതാക്കളിൽ എത്ര പേര് ഗൗരവമായി എടുത്തെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് മുന്നോട്ട് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാം. നമുക്കിവിടെ ഇലക്ഷൻ നടക്കുന്നത് പഞ്ചായത്തിലേക്കും അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും പിന്നെ ബാങ്കുകളിലേക്കും അങ്ങനെയുള്ളതായ ഭരണ തലങ്ങളിലേക്ക് നടക്കുന്നത് ഇലക്ഷനാണ്, സെലക്ഷനല്ല. അതിൻ്റെ വ്യത്യാസം പലർക്കൂടി പലതിൻ്റെ ഇടയിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കുന്നതാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ, വോട്ടുള്ള എല്ലാ പൗരന്മാരും ചേർന്ന് നോമിനേഷൻ കൊടുക്കപ്പെട്ടിട്ടുള്ളതായ സ്ഥാനാർത്ഥികളുടെ ഇടയിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നു. അതാണ് ഇലക്ഷൻ. എന്നാൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജോലിക്കടയിലൊക്കെ പോകാറുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ നല്ല കളക്ഷൻസും ഉണ്ട്, നല്ല സെലക്ഷനും ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്നു. അവിടെ ചെന്നു ഈ ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് പലതരം വസ്ത്രങ്ങളുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. അതാണ് സെലക്ഷൻ. മനസ്സിലാക്കുക, രണ്ടിൻ്റെയും പൊതുവായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലതിൻ്റെ ഇടയിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യാസം, സെലക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രം പലതിൻ്റെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് സെലക്ഷൻ. എന്നാൽ അനേക ആളുകൾ കൂടി പലതിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ. എൻ്റെ ചോദ്യം ഇതായിരുന്നു, യേശു സെലക്ഷൻ ആയിരുന്നോ എലക്ഷൻ ആയിരുന്നോ? എന്നാൽ യെശയ്യാപ്രവചനം 43 അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കണം. ആദ്യം ഞാൻ മത്തായി സുവിശേഷം 12 അധ്യായത്തിൻ്റെ 18 വാക്യം വായിക്കുന്നു. ബിഹോൾഡ് മൈ സർവൻറ്റ് ഹും ഐ ഹാവ് ചോസൺ. ഇവിടെ ചോസൺ എന്നുള്ളതായ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ യെശയ്യാപ്രവചനം 43 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നും നമുക്ക് വായിക്കാം. അവിടെ വായിക്കുന്നത്, യേ ആർ മൈ വിറ്റ്നസ് said the Lord and my servant whom I have chosen. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്നുള്ള പദത്തിന് ചോസൺ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ 42 അധ്യായത്തിൽ വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നമുക്ക് ശ്രദ്ധിച്ചൊന്ന് വായിക്കാം. 1 വാക്യം, ബിഹോൾഡ് മൈ സെർവൻറ്റ് ഹും ഐ അപ്ഹോൾഡ് മൈ എലക്റ്റ്. ശ്രദ്ധിച്ചു കാണും, ഇവിടെ എലക്റ്റ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞ ചോസൻ എന്നുള്ള പദത്തിന് ഇവിടെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എലക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഗൗരവമുള്ള ഒരു ചിന്തയിലേക്ക് പോയിട്ട് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നുള്ള നമുക്കതിനെ ചിന്തിക്കാം. വേറിട്ട ചിന്തയിൽ ഞാൻ പറഞ്ഞത്, യേശുവിനെ തിരഞ്ഞെടുത്ത ദാസൻ എന്നാണോ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ആണെങ്കിൽ നിങ്ങൾ തൃത്വം അംഗീകരിക്കേണ്ടി വരും. തന്നെയുമല്ല, സെലക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണോ ഇലക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണോ സംഭവിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ആഴമായി പഠിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയത്? യെശയ്യാ പ്രവാചകനോ, അതോ വേറിട്ട ചിന്തകൾക്കോ, അതോ മത്തായി സുവിശേഷം എഴുതിയ മത്തായിക്കോ? അങ്ങനൊരു വീക്ഷണം മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥമായ മറുപടി നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, യെശയ്യാ പ്രവചനം 42 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, പിന്നീട് ഇംഗ്ലീഷ് ബൈബിളാണ് മൈൻ എലക്റ്റ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇലക്ഷനാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ വിശദീകരണം പുറകെ വരുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിലേക്ക് അതിനെ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ പദപ്രയോഗത്തിൻ്റെ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഗഹനമായൊരു ചിന്ത, ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഇവർ സുവിശേഷമൊക്കെ എഴുതുമ്പോൾ യേശുവിനോട് കൂടെ നടന്ന് പ്രവർത്തിച്ച ആ പ്രവർത്തന കാലഘട്ടത്തെ അവർ അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതുമ്പോൾ ആശയങ്ങൾക്ക് വ്യത്യാസം വരാതെ അപ്പോൾ തന്നെ
പദപ്രയോഗങ്ങളിൽ വ്യത്യാസം വരുന്ന പല കാര്യങ്ങളും ശ്രദ്ധേയമാണ്. ഞാനിവിടെ ചില കാര്യങ്ങൾ ഉദാഹരണമായി മുന്നോട്ട് വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വായിക്കണം. യെശയ്യാ പ്രവചനം 42 അധ്യായത്തിൽ പറയുമ്പോൾ ഞാൻ പ്രസാദിക്കുന്ന വൃതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എലക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് വൃതൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം തന്നെ മത്തായി തൻ്റെ സുവിശേഷത്തിൻ്റെ 12 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ വരുമ്പോൾ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയൻ എന്നുള്ള മലയാളം പദത്തിൻ്റെ അർത്ഥവും വൃതൻ എന്ന മലയാളം പദത്തിൻ്റെ അർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതേ വാക്യത്തിന് താഴോട്ടാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. എന്നാൽ അത് മത്തായി തൻ്റെ സുവിശേഷത്തിൽ എഴുതുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും എന്നാണ്. നമ്മളുടെ പദപ്രയോഗം മനസ്സിലാക്കുക. ഒന്ന് വച്ചിരിക്കുന്നു, എവിടെ? അവൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ അവൻ്റെ മേൽ വയ്ക്കും. ഒന്ന് യെശയ്യാവ് പറഞ്ഞപ്പോൾ ഉള്ളിൽ എന്നും മത്തായി പറഞ്ഞപ്പോൾ മേൽ എന്നുമായി. ശ്രദ്ധിക്കുക. ഒന്ന് വെച്ചിരിക്കുന്നു പാസ്റ്റ് ടെൻസ്, ഒന്ന് വയ്ക്കും ഫ്യൂച്ചർ ടെൻസ്. ആശയവ്യത്യാസം മനസ്സിലാക്കുക. എന്നാൽ ഇതൊന്നും ഉപദേശങ്ങൾക്കോ പഠനങ്ങൾക്കോ പരസ്പര വിരുദ്ധമല്ല എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം ഗ്രഹിക്കുക. മൂന്നാമത് ശ്രദ്ധിക്കുക. താഴോട്ട് ഞാൻ താങ്ങുന്ന ദാസനെക്കുറിച്ച് വിശേഷിപ്പിച്ച് പറയുമ്പോൾ അവൻ ഒച്ച ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷത്തിൽ വന്നപ്പോൾ അവൻ കലഹിക്കയില്ല എന്നായി. ഒച്ച ഉണ്ടാക്കുക, കലഹിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഒരു മാർക്കറ്റിൽ ഭയങ്കര ഒച്ചയും ബഹളം നടക്കാറുണ്ട്. പക്ഷേ അവിടെ കലഹം നടന്നാൽ അതിനെ വഴക്കെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം രണ്ട് ഗ്രൂപ്പുകളായി തിരിയുന്ന ഒരു സംഭവമാണ് കലഹം. എന്നാൽ ഒച്ച ഉണ്ടാക്കുമ്പോൾ അത് സംഭവിക്കണമെന്നില്ല. ആളുകൾ പെരുന്നാൾ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത് വലിയ ഒച്ച ഉണ്ടാകാം, പക്ഷെ അവിടെ കലഹമുണ്ടാവണമെന്നില്ല. അപ്പോൾ നോക്കുക, ഇവിടെ യെശയ്യാ പ്രവാചകൻ ഒച്ച ഉണ്ടാക്കുകയില്ല എന്ന് പറയുമ്പോൾ മത്തായി സുവിശേഷത്തിൽ അത് കലഹിക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലായി വന്നിരിക്കുന്നു. നാലാമതായി അവൻ നിലവിളിക്കുകയില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അവൻ നിലവിളിക്കുകയില്ല എന്ന് പറയുമ്പോൾ സുവിശേഷങ്ങളിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക, അവൻ ക്രൂശിൽ കിടന്ന് നിലവിളിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. യെശയ്യാ പ്രവചനം തെറ്റുപറ്റുകയാണോ എന്നും കൂടെ മനസ്സിലാക്കണം. അത് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഇട്ട് തരികയാണ്. അടുത്തത്, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ 42 അധ്യായത്തിൽ പറയുമ്പോൾ അത് മത്തായി തൻ്റെ ഉദ്ധരണിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ ന്യായവിധി ജയത്തോളം നടത്തുമെന്നായി. ഇവിടെ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കുമെന്ന് പറഞ്ഞത് മത്തായി പറഞ്ഞപ്പോൾ അവൻ്റെ ന്യായവിധി ജയത്തോളം നടക്കും എന്നായി. ആശയവ്യത്യാസമുണ്ടോ? മനസ്സിലാക്കുക. അതുമാത്രമല്ല, യെശയ്യാ പ്രവചനം 40 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ പറയുകയാണ് യഹോവയുടെ മഹത്വം വെളിപ്പെടുമെന്ന്. എന്നാൽ ഇതേ കാര്യം തന്നെ ലൂക്കോസ് ഉദ്ധരണിയായി പറയുമ്പോൾ തൻ്റെ സുവിശേഷത്തിൻ്റെ 3 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ ദൈവത്തിൻ്റെ രക്ഷയെ കാണുമെന്നാണ്. മനസ്സിലായല്ലോ? യെശയ്യാവ് അവൻ്റെ മഹത്വം കാണുമെന്ന് പറയുമ്പോൾ ലൂക്കോസ് അതിനെ എടുത്തു പറയുന്നത് അവൻ്റെ രക്ഷയെ കാണും. തീർന്നില്ല. വീണ്ടും സങ്കീർത്തനം 16:8 നമുക്ക് കടന്നു വരാം. ഞാൻ യഹോവയല്ല ഇപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എന്നാൽ ഇതേ കാര്യം തന്നെ ഈ സങ്കീർത്തനം 16:8 അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിൻ്റെ 25 വാക്യത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു എന്നായി. ഞാൻ യഹോവയല്ല ഇപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും വച്ചിരിക്കുന്നു എന്ന് പറയുന്നതും രണ്ടും ആശയത്തിൽ വ്യത്യാസമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ മുമ്പിലേക്ക് ഒരു വസ്തു എടുത്ത് വെക്കുന്നതും അത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ആവശ്യത്തിന് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ വെക്കുന്നതാണ്. എന്നാൽ എൻ്റെ മുമ്പിൽ ഒരു വസ്തു ഇരിക്കുന്നത് ഞാൻ വെച്ചതല്ല, എൻ്റെ ആവശ്യത്തിന് വെച്ചതല്ല, എൻ്റെ ലക്ഷ്യത്തിന് വെച്ചതല്ല, ഞാനൊരു മുമ്പിൽ കണ്ടു. മനസ്സിലാക്കുക. വെക്കുക, കാണുക എന്ന് പറയുമ്പോൾ വെക്കുന്നതിൽ തൻ്റെ ആകാംക്ഷയുണ്ട്. ഇവിടെ ദാവീദ് ഉദ്ദേശിക്കുന്നത് എൻ്റെ എല്ലാ വിഷയത്തിൻ്റെ മുന്നിലും എൻ്റെ എല്ലാ വഴികളും ഞാൻ യഹോവയെ വെച്ചിരിക്കുക. അതിനകത്ത് വേറെ ആരെയും ഞാൻ സ്ഥാപിച്ചിട്ടില്ല. അത് തൻ്റെ പ്രതിഷ്ഠയാണ്, അല്ലെങ്കിൽ തൻ്റെ തീരുമാനമാണ്, തൻ്റെ ലക്ഷ്യമാണ്, അത് തൻ്റെ ആവശ്യമാണ്. എന്നാൽ മുമ്പിൽ കാണുക എന്ന് പറയുമ്പോൾ യഹോവ തന്നെ പ്രത്യക്ഷപ്പെട്ടാലും മുമ്പിൽ കാണും. പക്ഷെ അതിനകത്ത് ദാവീദിൻ്റെ ഒരു പങ്കാളിത്തം വരുന്നില്ല. അപ്പോൾ ദാവീദ് അത് പറയുന്നത് എൻ്റെ മുൻപിൽ ഞാൻ യഹോവയാണ് വെച്ചിരിക്കുന്നത്.
പല സ്ഥാനങ്ങൾ ഉള്ളവരൊക്കെയും ഉണ്ടായേക്കാം. പക്ഷെ അവരെയൊന്നുമല്ല, ഞാൻ യഹോവയാണ് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പറയുമ്പോൾ ദാവീദിൻ്റെ ഒരു സമർപ്പണമാണ് നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ തന്നെയല്ല അടുത്ത അതിൽ പറയുന്നത്, അവൻ എൻ്റെ വലത്തു ഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അവൻ എൻ്റെ ഭാഗത്തു ഉള്ളതുകൊണ്ട്, കാരണം താൻ വെച്ചതുകൊണ്ട് അവിടെ ഉണ്ട്. എന്നാൽ അത് അപ്പോസ്തല പ്രവൃത്തി 2:25 വന്നപ്പോൾ അവൻ എൻ്റെ വലത്തു ഭാഗത്ത് ഇരിക്ക കൊണ്ട്. ഇതൊക്കെ ശരിക്കും ചിന്തിച്ചെങ്കിലേ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കാൻ പറ്റാത്തവർ ഇതെന്തൊക്കെ വിഡ്ഢിത്തര പൊട്ടത്തര എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്നാൽ അതിൻ്റെ മൂന്നാമത്തെ ഒരു വ്യത്യാസം, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുമെന്ന് 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ ദാവീദ് പറയുമ്പോൾ, അത് അപ്പോസ്തല പ്രവൃത്തി 2:25 വന്നപ്പോൾ എൻ്റെ നാവ് ആനന്ദിക്കുമെന്നായി. മനസ്സ് എന്നുള്ളത് നാവായി. വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ഈ പദപ്രയോഗങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഒരു ഉപദേശത്തിനും മാറ്റങ്ങൾ വരുന്നില്ല. പഠനങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു ആശയം മുന്നോട്ട് വരുന്നുമില്ല. ഞാനിത് പറയാനുള്ള കാരണം, പഴയ നിയമത്തിലെ ഉദ്ധരണികൾ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പദപ്രയോഗങ്ങളുടെ വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെയാണ് യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, ഹും ഐ ഹാവ് ചോസൺ എന്ന് പറഞ്ഞിരിക്കുന്ന പദം മത്തായി തൻ്റെ സുവിശേഷത്തിൽ അതേ ലക്ഷ്യത്തിൽ തന്നെ എഴുതി വെച്ചെങ്കിലും യഹോവയുടെ ആത്മാവിനാൽ വെളിപ്പാട് പ്രാപിച്ച യെശയ്യാവ്, ശ്രദ്ധിക്കുക, യഹോവയുടെ ആത്മാവിനാൽ വെളിപ്പാട് പ്രാപിച്ച യെശയ്യാവ് ആത്മനിറവിൽ പറയുകയാണ്, മൈൻ എലക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ മത്തായി പറഞ്ഞ വാക്കല്ല ശരി, യെശയ്യാവ് പറഞ്ഞതാ ശരി. യെശയ്യാവ് ആത്മാവിൽ പറഞ്ഞ കാര്യത്തെ മത്തായി എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രം. പഴയ നിയമത്തിലെ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചപ്പോൾ വന്ന പദപ്രയോഗങ്ങളുടെ വ്യത്യാസം വെളിപ്പെടുത്തിയല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ കാണുക. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എലക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനാണ് എലക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പറയുന്നു, വോട്ടുള്ള പൗരന്മാരെല്ലാം ചേർന്ന് നോമിനേഷൻ കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. സെലക്ഷൻ അതല്ല. വസ്ത്രം, ഒരു ഷർട്ട് ധരിക്കാൻ ആഗ്രഹിച്ചവൻ കടയിൽ ചെന്നപ്പോൾ അനേക ഷർട്ടുകൾ കണ്ടു, അതിൻ്റെ ഇടയിൽ നിന്ന് ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യുന്നു. ശരി, ഇനിയാണ് യേശുവിന് ഇലക്റ്റ്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ പറഞ്ഞത് ഐ ഹാവ് ചോസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിനെയല്ല, അത് യാക്കോബിനെയാണ്. വളരെ വ്യക്തമായി ആ ചാപ്റ്റർ വായിക്കുക. എന്നാൽ യെശയ്യാവ് 42-ാം അധ്യായത്തിൽ എലക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിനെയാണ്. ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ ഞാനൊന്ന് സൂചിപ്പിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾ മൗനമായി തൃത്വത്തെ അംഗീകരിക്കുകയാണെന്ന്. ഞാൻ എൻ്റെ വിശദീകരണം, ആരെങ്കിലും ഇതിന് നല്ല രീതിയിൽ പ്രതികരിച്ചാൽ അതിൻ്റെ വിശദീകരണം പിന്നീട് ഇടാൻ വേണ്ടിയാണ് ഞാൻ സസ്പെൻഷനിൽ കൊണ്ട് നിർത്തിയത്. ഏതായാലും ശ്രോതാക്കളുടെ ഇടയിൽ നിന്നും അങ്ങനെ ഒരു കമൻറ്റും ഒരു ചോദ്യവും വന്നതുകൊണ്ട് ആശയത്തെ ഞാൻ മുന്നോട്ട് വയ്ക്കുക. ഇനി ശ്രദ്ധിക്കുക, ഇലക്ട് ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം. അതാരായിരിക്കണം? യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? അടുത്ത ചോദ്യം, ആർ നമുക്ക് വേണ്ടി പോകും? ഇവിടെ പറയുകയാണ് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു. കാരണം ചോദിക്കാൻ ഒരാൾ വേണം. എന്നിട്ട് പറയാം ആർ നമുക്ക് വേണ്ടി പോകും. ഇവിടെ നമുക്ക് വേണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ആരോടാ ചോദിക്കുന്നത്? ആരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് വേണ്ടി എന്ന് പറയുന്നത്? യഹോവ ദൂതന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുമോ നമുക്ക് വേണ്ടി ആരെ അയക്കാമെന്ന് ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കത്തില്ല. ഒരാൾ വീഡിയോ ഇട്ടിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞത് ഞാനും പറഞ്ഞത് വിഡ്ഢിത്തരമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് യഹോവയ്ക്ക് പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം ആവശ്യമായി വന്നതെന്ന്. അദ്ദേഹം അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇവിടെ യഹോവയ്ക്ക് ആരുടെയും സഹായം ആവശ്യം വന്നില്ല. അങ്ങനെയെങ്കിൽ ഷെയറുകാർ വന്നല്ലോ, സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ ഷെയറുകാർ വന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ പഠിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളതായ ആശയങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. അതുപോട്ടെ, നമുക്ക്
അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം യഹോവയ്ക്ക് ആരുടെയും സഹായം ആവശ്യം വന്നില്ല എന്നുള്ള കാര്യം. ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യെശയ്യാപ്രവചനത്തിൽ പറയുന്നത്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടോ ആർ നമുക്ക് വേണ്ടി പോകും. ഇത് ദൂതന്മാരെ വിളിച്ചു വച്ചിട്ട് ചോദിക്കത്തില്ല. പിന്നെ അവിടെ സറാഫുകളുണ്ട്, ഖെരൂബുകളുണ്ട്, സ്വർഗീയ ജീവികളുടെ കാര്യം ഞാൻ പറയുന്നത്. അവരെ ആരെയും വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് വേണ്ടി എന്ന് യഹോവ പറയത്തില്ല. പിന്നെ പറയണമെങ്കിൽ യഹോവയ്ക്ക് തുല്യമായ അധികാരവും പദവിയുമുള്ള ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഉൽപ്പത്തി 1 മുതൽ നമ്മൾ കാണുന്നത്, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അടുത്തത് പറയുന്നു, അവർ നമ്മിൽ ഒരുവനെ പോലെയായി തീരാതിരിക്കേണ്ടതിന്. അടുത്തത് പറയുന്നു, വരുവിൻ നാം ഇറങ്ങിച്ചെന്നു എന്നൊക്കെ പറയുന്നത് അതാരൊക്കെയാണെന്ന് വളരെ വ്യക്തമായി യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു. യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് യേശു പറയുമ്പോൾ യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂട്ടിച്ചേർത്ത് പഠിക്കുക. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നയാളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ഞാൻ ആരെ അയക്കേണ്ടു. എന്നിട്ട് പറയുന്നു, ആർ നമുക്ക് വേണ്ടി പോകും. അവിടെ പിതാവും വചനവും പരിശുദ്ധാത്മാവും കൂടിയിരിക്കുന്ന ഇടത്താണ് നമുക്ക് വേണ്ടി എന്ന് പറയുന്നത്. അതിൻ്റെ തെളിവ് യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഏതോ ഒരു സഹോദരൻ കമൻ്റ് ഇട്ടു, വേറിട്ട ചിന്തയിൽ വ്യാജം പറയരുത്, കള്ളം പറയരുത്, വചനം വായിച്ചിട്ടിടുക. 1 യോഹന്നാൻ 5:7 പറയുന്നത് ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവരുടെ കാര്യമാണെന്ന്. അത് താങ്കൾ പറയുന്ന പോലെ അല്ല എന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞുവല്ലോ. കിങ് ജെയിംസ് വേർഷനിൽ 1 യോഹന്നാൻ 5:7 ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞല്ലോ. അത് മലയാളം പരിഭാഷയിലേക്ക് വന്നപ്പോൾ അത് ഒഴിവാക്കപ്പെട്ടു പോയതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വീഡിയോ ഒന്നും പൂർണ്ണമായിട്ട് കേൾക്കാതെ ഇതിൻ്റെ കമൻ്റ് ഇടുന്നവരുണ്ട്. അതിട്ടുകൊണ്ടിരിക്കട്ടെ. പക്ഷേ പഠിക്കാൻ ലക്ഷ്യമുള്ളവർ, താല്പര്യമുള്ളവർ ഇതുപോലുള്ള മൂല്യമേറിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാനത് പ്രതികരിക്കും. അപ്പോൾ മടങ്ങി വരട്ടെ. ആർ നമുക്ക് വേണ്ടി പോകും എന്ന് പറഞ്ഞത് യെശയ്യാപ്രവചനം 48:16 പറയുന്നു, യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും. ഞാൻ ഇവിടെ യഹോവയുടെ ആത്മാവ് തന്നെയാണ് ആത്മാവെന്ന് പറയുന്ന പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ദൈവം ആത്മാവാകുന്നു. ഇവിടെ ആരെയാ ദൈവം എന്ന് ഉദ്ദേശിച്ചത്? യഹോവ ആണല്ലോ. യഹോവ ആത്മാവാകുന്നു. പിന്നെ തൻ്റെ ആത്മാവ്. അപ്പോൾ ആത്മാവിൻ്റെ ആത്മാവ് അതെന്തൊരാശയമാണ്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യാ സ്ത്രീയോട് യേശു പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദൈവം ആത്മാവാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ യേശു സ്നാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറയുമ്പോൾ പിതാവും ആത്മാവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ആത്മാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണെങ്കിൽ ചോദ്യം പിന്നെയും വരും, ഈ ആത്മാവും പരിശുദ്ധാത്മാവും എന്നുള്ള വ്യത്യാസം എന്താ? ഒറ്റയ്ക്കൊരു വ്യത്യാസമുള്ളൂ. മൂന്നാമത് പറഞ്ഞ ആത്മാവ് പരിശുദ്ധമാണ്, ഒന്നാമത് പറഞ്ഞ ആത്മാവ് പരിശുദ്ധമൊന്നുമല്ല, അത് ആത്മാവാണ്. അങ്ങനെ പഠിപ്പിക്കേണ്ടി വരുമോ? പഠിപ്പിക്കേണ്ടി വരും. ഇവിടേക്കാണ് ചില തിയോളജികളൊക്കെ പൊളിയുന്നത്. ഈ തിയോളജികൾ ഇങ്ങനെ പൊളിയുന്നത് കൊണ്ട്, തിയോളജിയിൽ പഠിപ്പിക്കുകയും ചെയ്തത് പൊളിയുന്നത് കൊണ്ട് അനേക വേദ അധ്യാപകർക്ക് വളരെ വിരോധമുണ്ട് എന്നോട്. എനിക്കതിനകത്ത് ഒരു വിഷമവുമില്ല. ജനം സത്യം മനസ്സിലാക്കട്ടെ. കാരണം ഇവരൊക്കെ കാലാകാലങ്ങളായി പഠിച്ചു വന്നതും പഠിപ്പിച്ചു വന്നതും ചിലതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ വർഷങ്ങളായിട്ട് പഠിച്ചു വെച്ചതൊക്കെ തെറ്റാണെന്ന് പറയേണ്ടി വരുമല്ലോ എന്നുള്ളത്. ആ പിണക്കമൊന്നും എനിക്ക് വിഷയമല്ല. എന്നെ പഠിപ്പിച്ച ദൈവം അത് പഠിപ്പിക്കാനുള്ള അവസരം തന്നാൽ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്, ദൈവം ആത്മാവാകുന്നു. ശരി, ഈ ദൈവം എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? യഹോവയാണല്ലോ. അതെ, അങ്ങനെയാണെങ്കിൽ യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചു എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് നമുക്കിങ്ങനെ പറയാമല്ലോ, ആത്മാവും തൻ്റെ ആത്മാവും എന്നെ അയച്ചു. മനസ്സിലായല്ലോ? എനിക്ക് ഏറ്റവും വലിയ ദയനീയമായ ഒരു സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളൊരു വളരെ ചുരുക്കം ആളുകളെ എനിക്ക് ശ്രോതാക്കളായിട്ടുള്ളൂ. ആ ഒരു വിഷമമേ എനിക്കുള്ളൂ. അത് മതി, ഒരാളെങ്കിലും പഠിച്ചാൽ ആ ഒരാൾക്ക് വേണ്ടി പഠന ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. ഈ തരംതിരിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ചിന്തയൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്,
ഇവിടെ നാം ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യം പിതാവും വചനവും പരിശുദ്ധാത്മാവും കൂടിയായിരുന്നു എന്ന്. വചനമെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ വചനം എന്നുള്ള പേരിലായിരുന്നു സ്വർഗത്തിലുണ്ടായിരുന്നത്. പുത്രനായത് ആ വചനത്തിന് ഒരു ശരീരം നിയമിച്ചു വെച്ചു. അതേ എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്, എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരത്തിലേക്ക് വെളിപ്പെട്ടപ്പോഴാണ് പുത്രനായത്. അപ്പോഴാണ് യഹോവ പിതാവായത്. പലരുടെയും സംശയമുണ്ട്, പുതിയ നിയമത്തിൽ എന്തുകൊണ്ട് യഹോവ യഹോവ എന്ന് പറയാത്തത്? കാരണം ഈ യഹോവയെ വെളിപ്പെടുത്തുന്ന പുത്രനാണ്. പുത്രൻ എപ്പോഴും പിതാവേ എന്നുള്ള പദവിയിൽ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ, പരിചയപ്പെടുത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നാട്ടുകാരൊക്കെ എന്നെ ഡേവിഡ് ഡേവിഡ് എന്ന് വിളിക്കുമ്പോൾ എൻ്റെ പിള്ളേർ എന്നെ ഡേവിഡ് എന്നാണ് വിളിക്കുന്നത്. അവർ പറയുമ്പോൾ പപ്പയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത് അവരുടെ സ്ഥാനം അങ്ങനെയാണ്, അവരുടെ ബന്ധം അങ്ങനെയാണ്. അതൊക്കെ വെറും സിമ്പിളായിട്ടുള്ള ആശയമാണ്. പക്ഷെ പലർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള വലിയൊരു ദുഃഖ സത്യം. അപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ ഇലക്ഷൻ ആണ് നടന്നത്. അത് പിതാവും വചനവും പരിശുദ്ധാത്മാവും കൂടി തീരുമാനിച്ച് ഈ വചനം ജഡമായി തീരുവാനായിട്ട് തീരുമാനിച്ചു. വചനം ജഡമായി തീരുവാൻ. വചനമെന്ന് പറയാൻ കാരണം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നു, അവന് ദൈവം വചനം എന്ന് പേർ പറയുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം എന്ന് പറയുന്നത് യഹോവയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ശരിയാണോ ഇല്ലയോ എന്ന് ഞാൻ വളരെ വിശദമായൊരു പഠനം ഇട്ടിട്ടുണ്ട്, അത് കേൾക്കുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് 1 യോഹന്നാൻ 5:7 സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നല്ല, പുത്രനൊക്കെ താഴെ ആകാശത്തിൻ്റെ കീഴിൽ രക്ഷയ്ക്കായി തന്ന നാമമാണ് യേശു എന്ന നാമം. ആ യേശുവാണ് പുത്രൻ. എന്നാൽ സ്വർഗത്തിൽ പുത്രൻ എന്നുള്ള പേരിലല്ല, അവിടെയായിരിക്കുന്നത് പിതാവും വചനവും പരിശുദ്ധാത്മാവും. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ യേശു ഇപ്പോൾ ചെയ്യുന്ന ആ സേവനത്തോടുള്ള ബന്ധത്തിൽ എന്താണെന്നൊക്കെ ഞാൻ എൻ്റെ വേറിട്ട ചിന്തയിൽ പഠന ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ വചനങ്ങൾ മുന്നോട്ട് വെച്ച്, അല്ലാതെ തത്വചിന്തകൻ അങ്ങനെ പറഞ്ഞു, ചരിത്രകാരൻ ഇങ്ങനെ പറഞ്ഞു, ആ തിയോളജി ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരൊറ്റ കാര്യം പോലും മുന്നോട്ട് വയ്ക്കാതെ ദൈവവചനം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് വേറിട്ട ചിന്തയിൽ കമൻ്റ് ഇട്ട വ്യക്തിയോട് പറയുന്നു, അവിടെ മത്തായി ചോസൺ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ യഥാർത്ഥ പദം യെശയ്യാവ് 42:1 പറയുന്നുണ്ട്, മൈൻ എലക്റ്റ്. അവിടെ എലക്ഷൻ നടത്തിയാണ് ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എലക്ഷൻ നടത്തണമെങ്കിൽ എത്ര പേര് കാണണം? സെലക്ഷൻ ആണെങ്കിൽ ഒരാൾ മതി, എലക്ഷൻ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം. 1. 2. തിരഞ്ഞെടുക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ വേണം, അല്ലെങ്കിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം. 10 പേര് നോമിനേഷൻ കൊടുത്തു, 9 പേര് പിന്മാറിയാൽ പിന്നെ അവിടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? ഇല്ല. 10 ഷർട്ടുകൾ മാറ്റി മേശപ്പുറത്തേക്ക് ഇട്ടു, അതിനകത്ത് 9 എടുത്ത് മാറ്റി ഇതെടുത്തോളം പറഞ്ഞാൽ പിന്നെ സെലക്ഷനായോ? സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ ചെല്ലുന്നവൻ തിരഞ്ഞെടുക്കുന്നതാണ് സെലക്ഷൻ. ആശയം വ്യക്തമായി കാണും എന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വേറിട്ട ചിന്ത എന്നുള്ള ഇത് വെട്ടിത്തരമാണ്, ദുരുപദേശമാണ്, അറിവില്ലായ്മയാണെന്നൊക്കെ പറഞ്ഞാലൊന്നും ഈ ക്ലാസ് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആത്മാവിൽ പ്രാർത്ഥനയോടെ കേൾക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. പുഴവക്കത്ത് ഒത്തിരി പേര് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ പൗലോസ് പറഞ്ഞത് എന്താണെന്ന് ലുദിയയ്ക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് വചനത്തിലുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു, പക്ഷേ ഞാൻ അല്പം തിരക്കായിരുന്നത് കൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ ചോദ്യത്തിന് മറുപടി ഇവിടെ വരുന്നു. ഇനി പുതിയ പഠന ചിന്തകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞാൻ വളരെ നന്ദി ഉള്ളവനാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പുതിയ പഠനവുമായി കൂടിക്കാണാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.